യാഥാർത്ഥ്യത്തിലുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷാണ്. അവിടെ ഒരു പേപ്പർ അത് തെറ്റിയെടുക്കാൻ പറ്റില്ല. അതിന് ഞാൻ ഏകദേശം നമുക്ക് കാര്യം ഇമാജിൻ ഒരു ഈ ഹൈ സ്പീഡ് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് thousands and thousands of tons of ഡീസൽ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ, അതിൻ്റെ ആവശ്യമില്ലേ. അതുപോലെ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ എത്രയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമറിയോ? ഹ്യൂജ്. പിന്നെ ഓരോരുത്തരും ഇത് തന്നെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരാൾ ഹീ സേവ്സ് 5 hours ജേർണി ടൈം. അങ്ങനെ എത്ര ആൾക്കാർ ഒരു വണ്ടിയൊന്നുമല്ലോ. ഞാൻ വിചാരിക്കും എങ്ങനെയും ഒരു 160-180 ട്രെയിൻസ് കൂടെ അപ്പല്ലോ. എന്നിട്ട് ആൾക്കാർക്ക് എന്ത് സേവിങ്, ടൈം സേവിങ്. ഈ ടൈം സേവിങ് എന്തെല്ലാം ഉപയോഗിക്കാം. ഇതാണ് രണ്ട് പ്രൊജക്റ്റാണ് ഇപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. സാറിൻ്റെ ഞാൻ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്, ഇതൊരു സജഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായി. രണ്ടും നോക്കുക, ഏതെന്നാൽ പറ്റിയിട്ട് അതായിട്ട് കൊണ്ട് നടത്താനേ പറഞ്ഞുള്ളൂ. രണ്ടും കൊണ്ട് നടക്കില്ല. പക്ഷെ എനിക്കൊരു സംശയമില്ല, ടെക്നിക്കൽ മാൻ യാഥാർത്ഥ്യം ഇസ് നോട്ട് വർക്കബിൾ. തീർച്ചയായിട്ടും പറയാം. കാസർഗോഡ് വരെ ഉണ്ട്. അതുകൊണ്ട് എന്താ ഗുണം? അത് കാസർഗോഡ് എത്തണ്ടേ? ഇപ്പോഴും പുറപ്പെട്ട് കാസർഗോഡ്. ഇത് മാക്സിമം അവർ സമ്മതിക്കും ചെങ്ങന്നൂർ വരെ പോകാം. ചെങ്ങന്നൂട്ടും ട്രിവാൻഡ്രം. യെസ്. അതിൽ നിങ്ങൾ പോകാൻ സാധിക്കില്ല. അങ്ങനെ പോകുന്നത് വളരെ ഷോർട്ട് ട്രെയിനാവേ. മുഖ്യമന്ത്രിക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടായില്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെന്നാണോ തോന്നുന്നത്? അദ്ദേഹത്തിൻ്റെ ആരാണ് ഈ ഐഡിയ കൊടുത്തത് എനിക്കറിയില്ല കേട്ടോ. ആരൊരു ഐഡിയ കൊടുത്തിട്ടാണ് അത് ആരാ കൊടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി അറിയില്ല. അദ്ദേഹം സാധാരണങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ആളല്ല. ഓൾദോ കേരള വലിയ അബദ്ധം പറ്റി ചെയ്തു. അത് പോയിന്റ് ഔട്ട് ചെയ്ത് എവരി സ്റ്റേജ് ഞാൻ ലെറ്റർ അയച്ചിട്ടുണ്ടാവും. ഇത് അക്സെപ്റ്റ് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് സമ്മതിക്കില്ല ആൾക്കാരെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പം ഹൈ സ്പീഡ് റെയിലിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നാൽ എവരിബഡി കീപ്പായിട്ട്. സാറേ ഇപ്പോൾ ഈ DPR തയ്യാറാക്കുകയാണല്ലോ, 2-ാം തീയതി ഒരു ഓഫീസ് തുടങ്ങുന്നു. അപ്പോൾ ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോവുകയാണല്ലോ. അത് സംശയമില്ല. ഈ പദ്ധതി കേരള ഗവൺമെൻറ് പദ്ധതിയല്ല, സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയാണ്. അതാണ് അദ്ദേഹത്തിനൊരു പ്രത്യേകിച്ച് പെർഹാപ്സ് അവർക്ക് വലിയൊരു ഒബ്ജക്ഷൻ. ഞങ്ങളുടെ പ്രോജക്റ്റാണ് പറ്റും. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയായിട്ടാണ് വരിക. അപ്പോൾ ഇതിലേക്ക് സാറ് നേരത്തെ പറഞ്ഞത് പ്രകാരം 30% കേന്ദ്ര റെയിൽവേയുടെയും 30% സംസ്ഥാന സർക്കാരിൻ്റെയും 40% പുറത്തുനിന്നുള്ള ബോണ്ട് വഴി സമാഹരിച്ചാണല്ലോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇങ്ങനെ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ അവർ മറ്റൊരു പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ലക്ഷ്യത്തെ ബാധിക്കില്ലേ? ഇല്ല ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഈ റെയിൽവേ ഈസ് എ സെൻട്രൽ സബ്ജക്റ്റ്, സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലത്. ഇത് സെൻട്രൽ സബ്ജക്റ്റ്. സ്റ്റേറ്റ്സിൻ്റെ ആവശ്യം ലാൻഡ് അക്വയർ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അവർക്ക് അവർ പണം തരാൻ തയ്യാറിൽ ലൂസർ, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരതിന് സഹകരിക്കാത്ത ഇരിക്കുമോ? അങ്ങനെ ആശങ്ക ഉണ്ടോ? ഇല്ല, എനിക്ക് തീരില്ല, ആശങ്കയില്ല. ഇല്ല. ഇതൊരു ടെമ്പററി ഡൈവേർഷൻ ചെയ്യാൻ വേണ്ടിയ ഒരു സമയമാണ്. എല്ലാവർക്കും അറിയാൻ നടക്കാൻ പോകില്ല, നടക്കില്ല. അതിവേഗ ഉപകാരം എന്താണെന്ന് അവർക്ക് ഇനി മനസ്സിലായില്ല. പ്രധാന ഇതെന്താ അറിയോ, ഒരു അതിവേഗ റെയിൽവേ വരികയാണെങ്കിൽ റോഡിലത്തെ കഞ്ചഷൻ
വളരെ കുറഞ്ഞു. റോഡ് ആക്സിഡൻസ് കുറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഒരു ദിവസം 10 to 12 people die on the road. 10 to 12 people every day. And about 25 to 30 people get injured. ഇത് ഹാഫാണെങ്കിൽ തന്നെ എന്താണ് ഗുണം? ഇതുകൊണ്ട് തിരക്ക് പറഞ്ഞ ഡൈവേർഷൻ വരികയാണെങ്കിൽ ഒരു 2 ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയ ഈ സിറ്റോട്ട് ബെറ്റർ. അത് ഹൈ സ്പീഡാണ് ചെയ്യാൻ പറ്റുക, അത് RRT ചെയ്യാൻ പറ്റുക. RRT ചെയ്യുന്നു അവർ പറയും യെസ് ചെയ്യും. ലിമിറ്റഡ് വേ. ഈ RRTSന്റെ പ്രധാന ഒരു പോരായിക അതിനെ മിനിമം സ്പീഡിൽ എത്താൻ വേണ്ടി കൂടുതൽ സമയം എടുക്കും എന്നുള്ളതാണോ? അല്ലല്ല, RRTന്റെ ഉദ്ദേശം സബബൻ എന്ന ആൾക്കാർക്ക് സിറ്റിയിലേക്ക് വരിക. അതാണ് എൻ്റെ ഉദ്ദേശം. ഇവിടെ നിന്നല്ല, ഇവിടെ ഹോൾ സ്റ്റേറ്റിൽ ഒരു 2 വേഗം പോകണം. മറ്റേത് ഞമ്മല്ലേ കൊല്ലത്തിനോ അല്ലെങ്കിൽ വർക്കലയിലോ ആൾക്കാർ വേഗം അത് ഒരു ലിമിറ്റഡ് ഉള്ളൂ അതിന്. ഇറ്റ്സ് എ സബർബൻ സർവീസ്. ഈ അതിവേഗ റെയിലിനിപ്പോൾ സംസ്ഥാന സർക്കാർ അത് സഹകരിച്ചില്ലെങ്കിൽ ഈ പദ്ധതി വീണ്ടും വൈകി പോകില്ലേ? DPR തയ്യാറാക്കുന്ന അടക്കം നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവും? ഇല്ല, DPR എന്തായാലും വൈകിത്തരും. അതിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സഹകരിക്കുന്നെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിൽ ഫൈൻഡ് എ വേ ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ഡൺ. എല്ലാം റെയിൽവേ ഒക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് സമ്മതമായിട്ടാ? ഇല്ലല്ലോ. മറ്റെന്തൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടാണ് ഈ RRTS കൊണ്ടുവരുന്നതിനുള്ളത്? സാങ്കേതിക ബുദ്ധിമുട്ടില്ല, ഇറ്റ്സ് എ സിമ്പിൾ വേസ്റ്റ്. ഈ 2 പദ്ധതികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വലിയ വ്യത്യാസം എന്താ വെച്ചാൽ സ്പീഡ്. അതിവേഗ റെയിൽവേയുടെ ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് ഞാൻ പറയും. ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ നിൽക്കുക, ആക്സിലറേഷൻ, ബ്രേക്കിംഗ് ഇതൊക്കെ എടുത്തിട്ട് ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് ഈസ് ഗോയിങ് ടു ബി 135 കിലോമീറ്റർ. നേരെ മറിച്ച് RRT ആണെങ്കിൽ ദാറ്റ് ബി അബൌട്ട് 70 or 75. പകുതി കൂടി വരില്ല. അപ്പോൾ സമയം സേവ് ചെയ്യുന്ന കാര്യം പോയില്ലേ ഫസ്റ്റ് ഓഫ് ഓൾ. ഇതൊരു സംസ്ഥാന സർക്കാർ ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നതായിട്ട് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? ഇല്ല, എനിക്ക് വെല്ലുവിളിയായിട്ടല്ല തോന്നുന്നത്. അവരൊരു മിസ്ലഡ് ബൈ സംബടി. ഞാൻ പറഞ്ഞു മിസ്ലഡ് ബൈ സംബടി. അറിയുന്ന ആൾക്കാരെ വിളിച്ച് ചോദിക്കല്ലേ വേണ്ടോ? ഇത് വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ അതിവേഗ റെയിൽവേ ഡിറൈൽ ചെയ്യണം അതിന് വേണ്ടിയിട്ടല്ല, അതിനല്ല ചെയ്യുക. അവർക്ക് കേരളയിൽ പോയി അതിന് പകരം I am on the feeling even Kerala authority they don't know this has been done. They are DCL അവരിലാണ് കേരളയിൽ പോയത്. അവർ കൂടി കൺസൾട്ട് ചെയ്തിട്ടില്ലേ ഈ ഡിസിഷൻ എടുത്തപ്പോഴേ? സർക്കാരിന്റെ ഒരു പിന്തുണയോ സപ്പോർട്ടോ ഇല്ലാതെ ഈ ഒരു നമുക്കിതിന്റെ സർവേ എങ്ങനെ പൂർത്തിയാക്കാൻ സംസാരിക്കുകയാണ് ഒരു വർഷമല്ലേ. പെട്രോമാൻ ശ്രീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന റാപ്പിഡ് റെയിൽ പദ്ധതിക്കെതിരെ അദ്ദേഹം രംഗത്ത് വരുന്നു. അതിവേഗ പാതയാണ് കേരളത്തിൽ വേണ്ടത്, റാപ്പിഡ് റെയിലല്ല. വേഗതയുടെ കാര്യത്തിൽ 2 പദ്ധതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സംസ്ഥാന സർക്കാർ സഹകരിച്ചില്ലെങ്കിലും കേന്ദ്രത്തിന്റെ നിലപാടിനനുസരിച്ച് അതിവേഗ റെയിൽ പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്.